കോഴിക്കോട് കോർപ്പറേഷനിലെ ജനസാന്ദ്രതയേറിയ തീരദേശ വാർഡായ തോപ്പയിൽ ജനകീയ വിഷയങ്ങൾ ഏറെയുണ്ടെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി ദിവ്യ സൂരജ്. അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ, പ്രാദേശിക റോഡുകളുടെ തകർച്ച തുടങ്ങി 4 പതിറ്റാണ്ടായുള്ള വികസന മുരടിപ്പ് ബി.ജെ.പിക്ക് ഏറെ വിജയപ്രതീക്ഷ നൽകുന്നെന്നും സ്ഥാനാർത്ഥി പറയുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു വാർഡാണ് ഈ തോപ്പയിൽ വാർഡ്. ഈ തോപ്പയിൽ വാർഡിലും ഇത്തവണ ബി.ജെ.പി. കാൻഡിഡേറ്റായിട്ട് ദിവ്യ സുരാജാണ് മത്സരിക്കുന്നത്. ബി.ജെ.പിയുടെ വെസ്റ്റ് ഏരിയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ദിവ്യ സുരാജ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് 3ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ദിവ്യ സുരാജിനോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിഷയങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു ജനസാന്ദ്രതയേറിയ ഒരു വാർഡ് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തവണ ഈ ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നത്? പ്രതികരണം വെച്ചാൽ തീരെ ഒരു വളർച്ചയില്ലാത്ത വികസിക്കാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ തോപ്പയിൽ ബീച്ച് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ തീരെ ഒരു വികസനമില്ല. 45 വർഷമായിട്ടും വികസനം ഇല്ലാത്തതാണ്. ഇവിടെ വന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് ഇവർക്ക് ഒരു അംഗനവാടി വേണമെന്നാണ്. അവർ കെട്ടിടം പണിയാൻ സ്ഥലം കൊടുത്തിട്ടും അതിന് യാതൊരു തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ് ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി. പിന്നെ പറയുന്നത് പോസ്റ്റൽ ലൈറ്റ് ഇല്ല, പരാതി നൽകിയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് ഈ വഴി ശരിയായി കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത് വന്നാലും എന്ത് ജനവിധിയാണ് ഞങ്ങൾ നേരിടുന്നതെങ്കിലും ഈ അങ്കനാടി ഇവിടെ എന്തായാലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ബാലഗോകുലം അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾ ഇതിലൂടെയൊക്കെയാണ് ഒരു ജീവിതത്തിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? ബാലഗോകുലത്തിലും റെസിഡൻസിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഇതിലേക്കുള്ളൊരു കാൽവെപ്പ് എടുത്തു വെച്ചതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഈ തോപ്പയിൽ വാർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ തവണ LDF ആണ്, ബി.ജെ.പി. 2ാം സ്ഥാനത്ത് എത്തിയൊരു വാർഡാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ മുന്നേറ്റം തന്നെ കഴിഞ്ഞ 2 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പി. കോഴിക്കോട് കോർപ്പറേഷൻ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ തീർച്ചയായും ഈ വാർഡ് പിടിച്ചടക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാശിയേറിയ പോരാട്ടവും നടക്കുന്നുണ്ടാവും അല്ലേ? അതെ, വാശിയേറിയ പോരാട്ടം തന്നെയാണ്. 100% ഉറപ്പിലാണ് ഞങ്ങളിപ്പം ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ടീം ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടാണ്, പവർഫുള്ളാണ്. ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇപ്രാവശ്യം തോപ്പൽ വാർഡിൽ ബി.ജെ.പി. വിജയിക്കും. ഒരു കൗൺസിലറായിട്ട് ഞാൻ മുന്നോട്ടേക്ക് എത്തുമെന്നുള്ള 100% ഉറപ്പുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചു, ഇപ്പോൾ ഓരോ വാർഡുകളിലെത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. കാരണം ഈ 45 വർഷം LDF ഭരിച്ചിട്ടും യാതൊരു തരത്തിലും വികസനം എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊന്ന് മനസ്സിലാവുന്നത്. പറയും എന്തൊക്കെയാണ് വീടുകളിലെത്തുമ്പോൾ വീട്ടമ്മമാരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വീട്ടുകളിലെത്തുമ്പം അമ്മമാരായാലും പിന്നെ ഉമ്മമാരായാലും 2 കൈ നീട്ടിയിട്ടാണ് എന്നെ സ്വീകരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഇതുവരെ ഒരു സ്ഥലത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. മറ്റൊരു വിഷയം കൂടി ഈ വാർഡെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം LDFന് അവരുടെ പടപ്പിണങ്ങളൊക്കെ കൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയിട്ടില്ല. ഈ വാർഡിന് പുറത്തുനിന്നുള്ള ഒരാളെയാണ് ഇവിടെ നിർത്തേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ബി.ജെ.പി. നോക്കിക്കാണുന്നത്? അതെന്തായാലും ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പോയാലും ഞങ്ങളെ നാടറിയുന്ന നാട്ടുകാരി ഉണ്ടല്ലോ ഞങ്ങളെ കൂടെ. പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരും ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുള്ളതും ഉണ്ട്. എന്തായാലും എനിക്കൊരു 90% ആ ഒരു കാര്യത്തിൽ നാട്ടിലുള്ള ആൾ തന്നെ ആയതുകൊണ്ട് 90% അവർ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ തോപ്പയിൽ വാർഡിനെ അപേക്ഷിച്ചും സ്ഥാനാർത്ഥി വളരെ വിജയപ്രതീക്ഷയിലാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രശോഭിനൊപ്പം രമ്യാദാസ്, ജനം.